നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിൻ്റെ റെസിപ്പി സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ബജ്ജികൾ പലതരത്തിലുള്ളതുണ്ട്. അവയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? കൂടുതൽ പേരും പറയും മുളക് ബജ്ജി എന്ന്. ഈ മുളക് ബജ്ജി വീട്ടിലുണ്ടാക്കാൻ അറിയാമോ? നിങ്ങൾക്കായി ഇന്ന് മുളക് ബജ്ജി ഉണ്ടാക്കി കാണിച്ചു തരുന്നത് ചന്ദ്രിക. മുളക് ബജ്ജി തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് ഒരു പാത്രം കടലപ്പൊടി, 6-7 ബജ്ജി മുളക്, അരിപ്പൊടി, എണ്ണ, വെള്ളം, 1 ടീസ്പൂൺ അയമോദകം, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1 നുള്ള് കായം. മുളക് ബജ്ജി തയ്യാറാക്കാൻ ആദ്യം ഒരു വലിയ ബൗളിലേക്ക് കടലപ്പൊടി എടുക്കാം. ഇതിലേക്ക് അരിപ്പൊടി കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി, അല്പം അയമോദകം, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ള് കായം എന്നിവ കൂടെ ചേർത്ത് നന്നായി എല്ലാം കൂടെ ഇളക്കിയെടുക്കുക. കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് മുളക് ബജ്ജി തയ്യാറാക്കാനുള്ള മാവ് ഈ പരുവത്തിലാക്കിയെടുക്കാം. ഇനി ബജ്ജി തയ്യാറാക്കാനുള്ള മുളകെടുത്ത് ഇങ്ങനെ നടുവേ മുറിച്ച് ഇതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇതുപോലെ തേച്ചു കൊടുത്ത ശേഷം കുറച്ച് അയമോദകം കൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ബാക്കിയുള്ള മുളകുകളും ഇങ്ങനെ ചെയ്യാം. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയ ശേഷം മുളക് ഓരോന്നായി ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ മുക്കി എണ്ണയിൽ വറുത്തെടുക്കാം. സ്വാദിഷ്ടമായ മുളക് ബജ്ജി തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്. 4 മണി ചായയോടൊപ്പം കഴിക്കാവുന്ന ഒരു അടിപൊളി ലഘു വിഭവമാണിത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ? നിങ്ങളും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. മറ്റ് വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.